നമ്മളിപ്പം അബുസിദ്ര മോളിലോട്ടാണ് പോകുന്നത്. ഇന്ന് അവിടെ വെച്ചിട്ട് സൂപ്പർ ഫാമിലിയ സീസൺ 1 എന്ന് പറഞ്ഞിട്ട് 98.6 FM നയറ ജ്വല്ലേഴ്സും ചേർന്ന് ഒരു ഫാമിലി ഫൺ ഗെയിം നടത്തുന്നുണ്ട്. ഇതാണ് അബുസിദ്ര മോൾ. 500-ലധികം അപ്ലിക്കേഷൻസ് വന്നതിൽ നിന്ന് അവരൊരു 200 ഫാമിലീസിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എല്ലാവരും ഇങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 200 ഫാമിലീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട്. നമ്മളെ ഫ്രണ്ട് ബിനു ജോണും ഫാമിലിയാണ് ഇരിക്കുന്നത്. ബാക്കി ആരെയും നമുക്ക് പരിചയമില്ല. അങ്ങനെ 200 ഫാമിലീസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പ്രോഗ്രാം തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുമ്പിൽ നിൽക്കുന്ന എല്ലാവരെയും ചേർത്തിട്ട് ഒരു ഗെയിം നടത്തുന്നത് ഫസ്റ്റ് ടൈം ആണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളോ എക്സൈറ്റഡ് അല്ലേ? ഇനി നെക്സ്റ്റ് ഇയറിൽ നമുക്ക് നമ്മുടെ സൂപ്പർ ഫാമിലിയാണ് ഇതുപോലെ ഓരോ വർഷവും നമ്മൾ ഗംഭീരമായിട്ട് തന്നെ നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മള് വിൻ ചെയ്ത് കയറി ചെന്ന് പിന്നെ കിട്ടാൻ പോകുന്നത് കൈ നിറച്ചല്ല മനസ്സ് നിറയ്ക്കുന്ന സമ്മാനങ്ങളാണ് അല്ലേ? തീർച്ചയായും. ഇപ്പം നിങ്ങൾ വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ ലക്കിയാണ്. കാരണം ലാസ്റ്റ് ദിവസം വരെ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടോ, നമുക്ക് ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വീണ്ടും ചോദിച്ചിരുന്നു. സോ സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എല്ലാവരും. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം നല്ലൊരു ഗൈഡ് കൊടുക്കും. സോ ഓൾറെഡി വിന്നേഴ്സ് ആണ്. ഇപ്പൊ ഇവിടെ എത്തി രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ആയപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ വിന്നേഴ്സ് ആയി. ഇനി ഒരുപാട് സമ്മാനങ്ങൾക്കുള്ള സാധ്യതകൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. അത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. സൂപ്പർ ഫാമിലിയ സീസൺ 1 പങ്കെടുത്തവരാണ് ഞങ്ങൾ എല്ലാവരും എന്നുള്ളതും അഭിമാനത്തോടു കൂടി തന്നെ പറയാം. ആൻഡ് യെസ്, കൈ നിറയെ സമ്മാനങ്ങൾ തന്നെയാണ്. ഇതുവരെ നമ്മൾ പക്കർ കാണാത്ത അത്രയും സമ്മാനങ്ങൾ എന്ന് പറയാം. അത്രയും സമ്മാനങ്ങളാണ് സൂപ്പർ ഫാമിലിയ സീസൺ 1 റേഡിയോ മലയാളം 98.6 FM നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. So yes, Radio Malayalam 98.6 FM presents Nayara Jewellers Super Familia Season 1. Super Familia Season 1 Season 1.
താങ്ക് യു സോ മച്ച്. ഒരു വലിയ കൈയുടെ റെഡിയല്ലേ? എല്ലാവരുടെയും കയ്യിലൊരു ടൂത്ത് പിക്ക് ഇപ്പോൾ തരുന്നുണ്ട്. ടോപ്പിക്ക് കൊടുത്തോളൂ. ഈ ടൂത്ത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ബലൂൺസ് പൊട്ടിക്കേണ്ടത്. അതായത് ഈ ബലൂണിനകത്തുള്ള ഉത്തരം ഈ മൃഗത്തിന്റെ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയോടൊപ്പം 6 മുതൽ 7 വർഷം വരെ ജീവിക്കും. ഈ മൃഗത്തിന്റെ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയോടൊപ്പം 6 മുതൽ 7 വർഷം വരെ ജീവിക്കും. ഏതാണ് ഈ മൃഗം? നമുക്കറിയാം, നമ്മുടെ മനുഷ്യന്മാരാണ് ജീവിത അവസാനമായിട്ടുള്ള ചോദ്യം കളിക്കും അല്ലേ? മക്കളെ പുറത്ത് വിദ്യാഭ്യാസം പഠിച്ചു കഴിഞ്ഞ് തോച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം നമ്മൾ കൊണ്ടുപോകും. പക്ഷെ മൃഗങ്ങളെല്ലാം അങ്ങനെ കൊണ്ട് നടക്കാറില്ല. എന്നാൽ ഈ മൃഗം തെറ്റുത്തരമെന്ന് തോന്നിയാൽ നിങ്ങൾ താഴെ ഇടുക. 5 മിനിറ്റ് സമയമുണ്ട്, തിരക്ക് പിടിക്കണ്ട. 5 മിനിറ്റ് സമയമുണ്ട്, തിരക്ക് പിടിക്കണ്ട. ഉത്തരങ്ങൾ നശിപ്പിക്കരുത്. 25 കറക്റ്റ് ആൻസറുകളേ ഉള്ളൂ. 25 ഒന്നും കൂടുതൽ വെക്കരുത്. ചവിട്ടിയിട്ടുണ്ടോന്ന് ആർക്കറിയാം? ചാൻസ് അറിയുന്ന ആരെങ്കിലും ഈ കൂടുതലുണ്ടോ? എങ്ങനെ? ഒറാങ്ങുട്ടാനാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഒറാങ്ങുട്ടാനാണെന്ന് പറയുന്നത് എത്ര പേരുണ്ട് ഇതില്? ഒറാങ്ങുട്ടാൻ എടുത്ത് വെച്ചിട്ട് എത്ര പേരുണ്ട്? ഒന്ന് കൈവെക്കും. നിങ്ങൾ ഒറാങ്ങുട്ടാൻ എടുക്കാം. 1, 2 ഒറാങ്ങുട്ടാൻ കൈവെക്കും. 1, 2, 3 കുറേ കാണിക്കും. ഓക്കെ, 4 തുറന്നിരിക്കണം. നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് ആ ഒരു ഫോം ബോർഡിൽ ബേസിക്കലി മനസ്സിലായോ? ആ ഫോം ബോർഡിൽ മാത്രമാണ് നിങ്ങൾ ചവിട്ടേണ്ടത്. സപ്പോസ് നിങ്ങൾ കാല് മുഴുവനായിട്ടും ഫോം ബോർഡിൽ നിന്ന് പുറത്തായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. യെസ്. മറ്റ് പാർട്ടിസിപ്പൻസിനെ പുഷ് ചെയ്യാനോ തള്ളാനോ ആർഗ്യൂ ചെയ്യാനൊന്നും പാടില്ല. ട്രാക്കിന്റെ എന്തിലേക്കാണ് എത്തേണ്ടത് കേട്ടോ? ഓക്കെ, റിഹേഴ്സൽ ഇല്ല, ഒറ്റ ടേക്ക് മാത്രം. റെഡിയാണോ? റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ല കഴിയാണ് കേട്ടോ, നല്ല കഴിയാണ് കേട്ടോ. ഈ ഫോം ബോർഡിൽ തന്നെ ചവിട്ടിയിട്ട് വേണം മുമ്പോട്ട് വരാൻ. കയ്യടി കൊടുത്ത് ബാക്കിയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യണം. കയ്യടി കൊടുത്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ. ഫോം ബോർഡിൽ ഔട്ടായി പോകും. 4ാമത്തെ റൗണ്ടാണ്. ഫിനിഷിംഗ് പോയിന്റിൽ ഏറ്റവും ആദ്യം എത്തുന്നതിനാണ് ടാസ്ക്. ഇപ്പൊ ഈ റൗണ്ടിലേക്ക് വന്ന 25 ഫാമിലിക്കും സമ്മാനമുണ്ട്. ഈ റൗണ്ടിലേക്ക് എത്തിയ 25 ഫാമിലിക്കും സമ്മാനമുണ്ട്. അത്
ഇത് കിട്ടിയ ആളുകൾ അഞ്ചിൽ തന്നെ വന്ന് നിൽക്കുക കേട്ടോ. ആ കുട്ടീനെ ഒന്ന് വളണ്ടിയേഴ്സ് ഒന്ന് കുട്ടീനെ മാനേജ് ചെയ്യാൻ പറ്റുമോ? രണ്ടുപേരും കൂടി നടന്നു, കുഴപ്പമില്ല, രണ്ടുപേരും നടന്നു. നിങ്ങൾ ഉരുട്ടിയാൽ മതി. ആ അപ്പൊ ആള് എടുത്തോട്ടെ, കുട്ടീനെ എടുത്തിട്ട് നടന്നു, പ്രശ്നമില്ല. 3 സ്റ്റാർട്ട്. ത്രീ ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 4, ഇവിടെ 4, ഇവിടെ ഇല്ല. എങ്ങനെ എടുത്ത് ഒരു സെക്കൻഡ്. 2, 3 സ്റ്റാർട്ട്. സ്പീഡൊന്നും ആവശ്യമില്ല. ഒരു മിനിറ്റ്. എന്തിനാ നിങ്ങൾ തിരക്ക് വെക്കണ്ട? ഇത് ആദ്യത്തെ അങ്ങനെയൊന്നുമില്ല. 2, 3 സ്റ്റാർട്ട്. ഇവിടെ 4, ഈ ടീമിൽ 4. വളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണേ, കറക്റ്റ് അല്ലേ നിൽക്കുന്നതിനുള്ള നോക്കണം കേട്ടോ, കറക്റ്റ് അല്ലേ നോക്കണേ. ഓക്കെ, ഇവിടെ മൂവ്മെന്റ് ഇല്ല. നിങ്ങളായോ? ഇവിടെ big one. അടിപൊളി. ഒരാൾ എൻട്രി ആയി. 1, 2, 3 സ്റ്റാർട്ട്. ഓക്കെ, രണ്ടുപേര് കയ്യായി. അപ്പൊ എന്താ ചെയ്യാൻ പറ്റും? 3 സ്റ്റാർട്ട്. 6, 2, 2. ആ ഡേയ്സിൽ ആകെ 6 നമ്പറേ ഉള്ളൂ. Ready? 1, 2, 3 start. ഇവിടെ 4. കിട്ടി. ആ ടൈമിനുള്ളിൽ തന്നെ ആ പർച്ചേസ് ചെയ്ത് വന്ന് കട്ട് ചെയ്ത് സാലഡ് റെഡിയാക്കി വെക്കണം. ഓക്കെ, ചെയ്തിട്ട് ഈ സാധനങ്ങൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇത് മേക്ക് ചെയ്യാനുള്ളതാണ് ഗെയിം. ഓക്കെ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഫാമിലി ഇൻവോൾവ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ യൂണിറ്റ്സ് ഉണ്ട്, മണി മാനേജ്മെന്റ് അവിടെ ഒരു പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. പോയി പർച്ചേസ് ചെയ്യുന്ന ടൈം, പർച്ചേസിങ്, കട്ടിങ് ആൻഡ് സാലഡ് ഉണ്ടാക്കുന്ന ടൈം, നിങ്ങളുടെ ടേസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. എല്ലാത്തിനും മാർക്സ് ഉണ്ട്. നമ്മുടെ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജഡ്ജസ് ഇവിടെ ഇവിടെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മളുടെ ഈ ഒരു കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യുന്നത്. താങ്ക് യു. ഇത് കൂടാണ്ടാണ് നിങ്ങൾ അവിടെ പോയി പർച്ചേസ് ചെയ്യേണ്ടത്. ലൈക്ക് സോൾട്ട്, ഉപ്പ്, പെപ്പർ, അതുപോലെ തന്നെ ഓലിവ് ഓയിലൊക്കെ കോമൺ ആയിട്ട് എല്ലാ ടേബിളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ള ഐറ്റംസ്, പീലർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കോമൺ ആണ്. ബാക്കി സാധനങ്ങളാണ് നിങ്ങൾ അവിടെ പോയി പർച്ചേസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഈ പറഞ്ഞ റെഡ് കവറിലുള്ളത്. മുടി സാലഡിലാവാണ്ട് ശ്രദ്ധിക്കണം. 5 പേര് കണ്ടിരിക്കും. അതായത് ഈ 5 പേരെ കണ്ടോ? ഈ 5 പേരെ കണ്ടോ? നിങ്ങൾക്ക് സാധനം വാങ്ങാൻ ഇവരുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഒരാൾ പോയാൽ മതി, അത് പ്രശ്നമല്ല. പർച്ചേസ് ചെയ്യാൻ എല്ലാവരും പോകണമെന്നില്ല, ഒരാൾ പോയിട്ട് പർച്ചേസ് ചെയ്താലും മതി. ഇല്ല, നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ഫാമിലി ഇൻവോൾവ് ആയിരിക്കണം. അതിന് പോയിന്റ്സ് ഉണ്ട്. ഒരാൾ മാത്രം കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കരുത് കേട്ടോ. ഓക്കെ, അധികം സമയമല്ല, 5 മിനിറ്റ് ടൈം. ടോട്ടൽ 15 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുണ്ടാവും. 15 മിനിറ്റ് ആയി കുക്ക് ചെയ്യാനുണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കണം, ബിക്കോസ് നമ്മുടെ ഫൈനൽ ഗെയിമാണ്. സോൾട്ട് ആൻഡ് പെപ്പർ റൗണ്ട് ആണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇനി നമ്മുടെ വിന്നർ ട്രോഫിയിലേക്ക് എത്താൻ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. സോ സൂക്ഷിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യണ്ട. ഇവിടെയുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്താൽ, പക്ഷെ വാങ്ങിക്കൊണ്ടുവന്ന് അറിയാനോ പിടിക്കാനൊന്നും പാടില്ല കേട്ടോ. ഇപ്പൊ പർച്ചേസ് ചെയ്യാനുള്ള ടൈമാണ്, പർച്ചേസ് ചെയ്യാൻ മാത്രമുള്ള ടൈമാണ്. നിങ്ങളുടെ മണി മാനേജ്മെന്റിന് പോയിന്റ്സ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ പ്രസന്റേഷന് പോയിന്റ്സ് ഉണ്ടായിരിക്കും.
നിങ്ങളുടെ ക്ലീൻനെസ്സിന് പോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ തിരിച്ച് ടേബിളിലേക്ക് വരണം. ആൻഡ് നിങ്ങളുടെ ബാഡ്ജുകൾ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് ആ നമ്പർ കാണുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ജഡ്ജസിന് നിങ്ങളുടെ ആ ഒരു നമ്പർ കാണാൻ വേണ്ടിയിട്ട് നമ്പർ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങളുടെ ബാഡ്ജസിന്. ഓക്കെ, ഇതാണ്. താങ്ക് യു. ഓക്കെ, ഇനി പറയാൻ പറ്റി ഞാൻ പറയാം. തിരക്ക് പിടിക്കണ്ട, ആരും തിരക്ക് പിടിക്കണ്ട കേട്ടോ. തിരക്ക് പിടിച്ചാൽ മൈനസ് മാർക്ക് ആക്കും. തിരക്ക് പിടിക്കണ്ട, നിങ്ങൾ പറയുന്ന സമയത്ത് മാത്രം. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയെ എല്ലാവരും ഇൻവോൾവ് ആവാൻ നോക്കണം. ഞാൻ ടൈം പറഞ്ഞാൽ ജഡ്ജസ് ഒന്ന് നോട്ട് ചെയ്യണം. ടൈം പറഞ്ഞാൽ ആരെങ്കിലും ടേബിൾ ബാക്കി 10 സെക്കൻഡ് ബാക്കി, 9 സെക്കൻഡ് ബാക്കി, 8 സെക്കൻഡ് ബാക്കി, 7 സെക്കൻഡ് ബാക്കി, 6 സെക്കൻഡ്, 5, 4, 3, 2, 1. ഇനി ടേബിളിൽ പാടില്ല. ഇനി ഒന്നും ചെയ്യരുത്. നിങ്ങൾ ടേബിളിൽ ഒന്നും ചെയ്യരുത്. ഓരോ ടീമിനോടും നിങ്ങളുടെ ടേബിളിൽ ജഡ്ജസ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളോട് പല കാര്യങ്ങളും ചോദിക്കും. സൂപ്പർ ഫാമിലിയ സീസൺ 1ൻ്റെ വാശിയേറിയ ഫൈനൽ റൗണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.